ഖുർആൻ ക്ലാസ് തുടരുകയാണ്. അൽ-ബഖറ എന്ന സൂറത്തിലെ 75 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. മുഹമ്മദ് മദീനയിലെത്തി അവിടെയുള്ള ജൂതന്മാർക്കെതിരായിട്ട് വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഭള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഖുർആനിലിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. മുഹമ്മദിന് വളരെ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശ്യവും ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് മദീനക്കാരായ അൻസാറുകൾ മുഹമ്മദിന് അഭയം നൽകിയ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന 2 ഗോത്രക്കാർ, അവിടെ ഉണ്ടായിരുന്ന ബനു നദീർ, ബനു ഖുറൈള എന്ന് പറയുന്ന 2 ജൂത ഗോത്രക്കാരുമായിട്ട് സഖ്യത്തിലായിരുന്നു. 2 വിഭാഗങ്ങളുമായിട്ട് സഖ്യത്തിലായി. അവർ പരസ്പരം മുമ്പ് സംഘർഷങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു വിഭാഗം ജൂതന്മാർ ഒരു വിഭാഗത്തിൻ്റെ കൂടെയും മറ്റേ വിഭാഗം ജൂതന്മാർ മറ്റേ വിഭാഗത്തിൻ്റെ കൂടെയും കൂടി അങ്ങനെ ജൂതന്മാർ തമ്മിലുമൊക്കെ അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നിലനിൽക്കെ മുഹമ്മദ് അവിടെ ചെല്ലുമ്പോൾ ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാരെ ഒരുമിച്ച് മുഹമ്മദിൻ്റെ കൂടെ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ സഖ്യകക്ഷികളായിരുന്ന ജൂതന്മാരുമായിട്ടുണ്ടായിരുന്ന ആത്മബന്ധവും സൗഹൃദവും അതുപോലെ അവരുമായിട്ടുള്ള സഹകരണവുമെല്ലാം മുഹമ്മദിന് ഒരു തലവേദനയായിട്ട് മാറി. കാരണം മുഹമ്മദ് പ്രതീക്ഷിക്കുന്നത് പോലെ ജൂതന്മാർ ഒരിക്കലും മുഹമ്മദിൻ്റെ കൂടെ വരില്ല എന്ന് മുഹമ്മദിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു ആ സമയമാകുമ്പോഴേക്ക്. പക്ഷേ അതൊന്നും നിഷ്കളങ്കരായ അൻസാറുകൾക്ക് വേണ്ടത്ര ബോധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിനെയും ഈ ജൂതന്മാരെയും ഒരുമിപ്പിക്കാനും അവർക്കിടയിലൊരു സൗഹാർദ്ദമുണ്ടാക്കാനും ഒക്കെ അവരിൽ ചിലരൊക്കെ ശ്രമിച്ചിരുന്നു. മാത്രമല്ല, ജൂതന്മാരോട് അനാവശ്യമായ ശത്രുതയ്ക്ക് പോകുന്നതിന് ഈ അൻസാർ ഗോത്രക്കാർക്ക് ഒട്ടും താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുതന്ത്രശാലിയായ മുഹമ്മദിന് തൻ്റെ രാഷ്ട്രീയ ദൗത്യം അവിടെ വിജയിപ്പിക്കണമെങ്കിൽ ജൂതന്മാരുമായിട്ടുള്ള സഹകരണം കൊണ്ട് അത് നടപ്പില്ല എന്നും ജൂതന്മാരെ അവിടെ നിന്ന് ആട്ടിയോടിക്കുകയോ ഉന്മൂലനം ചെയ്യുക എന്നതാണ് തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യം. അതിന് ജൂതന്മാരെയും അവിടുത്തെ അൻസാറുകളായിട്ടുള്ള മദീനക്കാരെയും പരസ്പരം പിണക്കുന്നതിന് വേണ്ടിയിട്ടും ജൂതന്മാർക്കെതിരായിട്ട് മദീനക്കാർക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ ബോധപൂർവം കിട്ടാവുന്ന ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്തുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജൂതന്മാർക്കെതിരെ അതിഭീകരമായ വെറുപ്പുൽപാദനം നടത്തുന്ന ഒരു നീണ്ട പ്രസ്താവന പരമ്പരയാണ് ഈ അൽ-ബഖറ സൂറത്തിൽ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറ്റു ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ഈ മുഹമ്മദിൻ്റെ കൂടെ കൂടിയ മദീനക്കാരായ പലരും ജൂതന്മാരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നവരാണ്, അവരിഷ്ടപ്പെട്ടിരുന്നവരാണ്. ആ ഇഷ്ടവും സ്നേഹവും കാരണം അവരിൽ നിന്ന് ഈ ജൂതന്മാരെ അകറ്റുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് അതിന് മാനസികമായി അവരെ പാകപ്പെടുത്തുക എന്ന സൂത്രപ്പണിയാണ് ഇവിടെ മുഹമ്മദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മുഹമ്മദിന് പറ്റിയ ഒരു അമളി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. മുഹമ്മദ് സൽമാൻ അൽ ഫാരിസ് എന്ന് പറയുന്ന തൻ്റെ മദീന അനുയായിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ മോക്ഷം കിട്ടിക്കോളും, അവർ മതം മാറിയില്ലെങ്കിൽ ഇസ്ലാം വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഒരു ആയത്തിറക്കുകയും ചെയ്തു. ആ ആയത്തും ഈ ബള്ളു പറച്ചിലിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഖുർആൻ ക്രോഡീകരിച്ച ആളുകൾ തിരികെ വെച്ചിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഹമ്മദിൻ്റെ ഈ വെറുപ്പുൽപാദന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അങ്ങേയറ്റം തരം താഴ്ന്ന ഒരു വംശവിരുദ്ധമായിട്ടുള്ള ഈ പ്രസ്താവനകളെല്ലാം വരുന്നത്. ഇത് വായിച്ചു പോകുമ്പോൾ വിശ്വാസികളായ നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവം, പ്രപഞ്ചമുണ്ടാക്കി എന്ന് പറയുന്ന ഒരു ദൈവം പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് മനുഷ്യരാശിക്ക് ലോകാവസാനം വരേക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച ഒരു പുസ്തകം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയതാണ് എന്നൊക്കെ പറയുന്ന ഈ ഖുർആനെ കുറിച്ചുള്ള ഈ അവകാശവാദവും തള്ളും, ഖുർആനിൽ ഈ എഴുതി പിടിപ്പിച്ചിട്ടുള്ള നിലവാരം കുറഞ്ഞ ഈ വംശീയ വിദ്വേഷ പ്രസംഗവുമൊക്കെ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക എന്ന് അല്പനേരമെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ ആലോചിക്കാവുന്നതാണ്. ഇനി നമുക്ക് വായിച്ചു തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വായിച്ച 74-75 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ചിട്ട് നമുക്ക് ഈ കഥ പറഞ്ഞു പോകാം. 74-ാമത്തെ വാക്യം: പിന്നീട് അതിനുശേഷവും നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമായി,
അവ പാറകൾ പോലെ എന്നല്ല, അതിലും കടുപ്പമുള്ളതായി തീർന്നു. നിശ്ചയമായും ചില പാറകളിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകുകയും ചിലത് പിളർന്ന് അതിൽ നിന്ന് വെള്ളം പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവയിൽ ചിലത് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനാൽ താഴോട്ട് ഉരുണ്ടു വീഴുന്നുമുണ്ട്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഒട്ടും അശ്രദ്ധനല്ല. ഇവിടെ ഈ ജൂതന്മാർ മുഹമ്മദിനോട് യാതൊരു പ്രതിപത്തിയും കാണിച്ചില്ല എന്നതിൻ്റെ കുശുമ്പ് കാരണമാണ് മുഹമ്മദ് അവരെ ഈ പാറയോടൊക്കെ ഉപമിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾ കഠിനമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുലഭ്യം പറയുന്നത്. അവസാനം പറഞ്ഞ് മുഹമ്മദ് പാറ ഉരുണ്ട് വീഴുന്നത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് എന്ന അതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വരെ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാറ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുളുന്നത് കണ്ട മുഹമ്മദ് അത് അള്ളാഹുവിനെ പേടിച്ച് മണ്ടുകയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഇങ്ങനെയാണ് മുഹമ്മദ് പ്രപഞ്ചത്തെ നോക്കിക്കണ്ടിരുന്നത്. ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ പേടിച്ചിട്ടും അള്ളാഹുവിനെ സുജൂദ് ചെയ്തിട്ടും അള്ളാഹുവിനെ ആരാധിച്ചിട്ടും കുത്തിയിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു മൂപ്പരുടെ ഒരു സിദ്ധാന്തം. അതനുസരിച്ച് പാറ കഷ്ണം ഉരുണ്ട് വരുന്നതും അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് എന്നാണ് മൂപ്പർ പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വബലവും ബാക്കിയുള്ള ഭൂമിശാസ്ത്രമൊന്നും മൂപ്പർക്ക് വിഷയമല്ല. എന്തായാലും ഇജാതി മണ്ടത്തരങ്ങളൊക്കെ ഒരു ദൈവത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ നിലവാരം ഓർത്ത് സഹതപിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. 75 അക്കൂട്ടർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആശിക്കുന്നുണ്ടോ? നിശ്ചയമായും അവരിൽ ഒരു സംഘം ആളുകൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും പിന്നെ അവ നല്ലവണ്ണം ഗ്രഹിച്ച ശേഷം സത്യം അറിയുന്നവരാകൊണ്ട് തന്നെ അതിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ. ഇത് മുഹമ്മദിൻ്റെ ഒരു ധാരണയാണ്. ഇവർ ജൂതന്മാർ കൂടെ കൂടുമെന്നും മുഹമ്മദിൻ്റെ കൂടെ കൂടുമെന്നും അവരൊരുമിച്ച് മദീനയിൽ ജീവിക്കുമെന്നും ആഗ്രഹിച്ചിരുന്ന മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൽമാനുൽ ഫാരിസിനെ പോലെയുള്ള ആളുകളെ ആദ്യം ആശ്വസിപ്പിക്കാൻ വേണ്ടി വചനമിറക്കിയതിന് ശേഷം പിന്നീട് പതുക്കെ ജൂതന്മാർ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണിത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ജൂതന്മാരൊരിക്കലും നിങ്ങൾ വിചാരിക്കും പോലെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അവർക്കിത് കാര്യം മനസ്സിലായിട്ട് അവർ മനസ്സിലാവാതിരിക്കുകയാണ്, അവർ ധിക്കാരം കാണിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള അസംബന്ധങ്ങളാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഒരു വിശ്വാസിയായ ഒരു മതവിശ്വാസിയും ദൈവവിശ്വാസിയുമായ ഒരാൾ അല്ലെങ്കിൽ ഒരു വിഭാഗം അവർക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ വിശ്വാസം വേറെ എന്തിൻ്റെങ്കിലും പേരിൽ ഉപേക്ഷിക്കുമെന്ന് കരുതുന്നതിൽ യാതൊരു യുക്തിയില്ല. അതൊക്കെ വെറും ഒരു ബള്ളു പറച്ചിൽ എന്നതിനപ്പുറത്ത് യുക്തിപരമായിട്ട് നിലനിൽക്കുന്ന ഒരു വാദമേ അല്ല. അങ്ങനെ ഒരു സംഭവവും അവിടുത്തെ ജൂതന്മാരെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ജൂതന്മാർക്ക് ആദ്യം തന്നെ മുഹമ്മദ് ഉഡായിപ്പാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ജൂതന്മാരുടെ വേദഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ചൊന്നും അറേബ്യയിൽ മുഹമ്മദിനെ പോലെ ഒരാൾ പ്രവാചകനായിട്ട് വരില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ജൂതമതം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേല്യരുടെ മതമാണ്. അവരുടെ ദൈവമായ യഹോവ എന്ന് പറയുന്നത് തന്നെ ഇസ്രായേല്യരുടെ ദൈവമാണ്. ഈ ഇസ്രായേല്യർക്ക് പുറത്തുള്ള ഒരു ഇടപാടിനും ആ ദൈവം പോകുന്നേയില്ല. അങ്ങനെയുള്ള ആ ദൈവം എന്തിനാണ് ഇസ്രായേല്യരല്ലാത്ത മക്കയിലും മദീനയിലുള്ള അറബികളെ പിടിച്ചിട്ട് പ്രവാചകന്മാരാക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് അവരുടെ സ്ക്രിപ്ചർ അനുസരിച്ച് ഇസ്രായേല്യർ എന്ന വിഭാഗത്തിൽപ്പെടാത്ത ഒരാളും അവരുടെ വേദത്തിൽ പറയുന്നത് പോലുള്ള മസീഹോ പ്രവാചകനോ ഒന്നും ആയി വരാൻ ഒരു സാധ്യതയുമില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അവരുടെ വേദം അവരോട് പറഞ്ഞിട്ടുമില്ല. ഇസ്രായേല്യർ എന്ന് പറഞ്ഞാൽ യാക്കൂബിൻ്റെ 12 മക്കളുടെ സന്തതി പരമ്പരയാണ്. ഇവിടെ മുഹമ്മദും കൂട്ടരും അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ പോലും അവർ ആ വംശത്തിൽപ്പെട്ടവരല്ല. അവർ ഇസ്മായേല്യർ എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. ആ ഇസ്മായേല്യരാണ് അറേബ്യയിലുള്ളതെങ്കിൽ ഇസ്മായേല്യരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്രായേല്യർക്ക് പ്രവാചകൻ വരുമെന്ന് ഇസ്രായേല്യരുടെ മതത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കേണ്ട യാതൊരു കാര്യവും അവർക്കില്ല. അതുകൊണ്ട് മുഹമ്മദ് ഈ പറയുന്നതൊന്നും തന്നെ ഖുർആനിൽ ഈ എഴുതി വെച്ച കാര്യങ്ങളൊന്നും തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായ കാര്യമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. 76 സത്യവിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും. അവരിൽ ചിലർ മറ്റു ചിലരുമായി തനിച്ചാകുമ്പോൾ അവർ ഇങ്ങനെ പറയും: നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ വെച്ച് അവർ നിങ്ങൾക്കെതിരായി വാദിച്ച് ജയിക്കത്തക്കവണ്ണം അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ അവർക്ക് നിങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇത് സൽമാനുൽ ഫാരിസിനെ പോലെയുള്ള നിഷ്കളങ്കരായ ആളുകൾ ഈ ജൂതന്മാർ മുഹമ്മദിൽ വിശ്വസിക്കാനും മുഹമ്മദിനെ അംഗീകരിക്കാനും ഒക്കെ തയ്യാറാകും എന്ന് കരുതിക്കൊണ്ട് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് ഈ പാലം കെട്ടാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ മുഹമ്മദിനറിയാം അത് തട്ടിപ്പാണെന്നും അവരാരും മുഹമ്മദിൽ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും. കാരണം അവർ മുഹമ്മദിനെ ഓൾറെഡി എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അവരെ ആ പരിപാടിക്ക് കിട്ടില്ല എന്ന് മുഹമ്മദിനറിയാം. പക്ഷേ നിഷ്കളങ്കരായ മദീനക്കാർ ചിലരെങ്കിലും ഈ ജൂതന്മാരുമായിട്ട് മുഹമ്മദ് സഹകരിച്ചു പോകുമെന്നും
അങ്ങനെ ജൂതന്മാരും മദീനക്കാരും മുഹമ്മദും എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് മദീനയിൽ സമാധാനമായിട്ട് ജീവിക്കാമെന്നൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. പക്ഷേ മുഹമ്മദിൻ്റെ സ്വപ്നങ്ങൾ അതായിരുന്നില്ല. മുഹമ്മദിൻ്റെ മനസ്സിൽ ഉദ്ദേശ്യങ്ങൾ വേറെയായിരുന്നു. മുഹമ്മദ് എങ്ങനെയെങ്കിലും ജൂതന്മാരെ ശരിപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മദീനക്കാരെ, സൽമാൻ ബിൻ ഫാരിസ് ഉൾപ്പെടെയുള്ള മദീനക്കാരെ മാനസികമായി പാകപ്പെടുത്തുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് മുഹമ്മദ് ഈ നീട്ടി വലിച്ച് സകലമാന ജൂതവിരോധം എടുത്ത് വിളമ്പുന്നത്. ജൂതന്മാർക്കെതിരെ പറയാവുന്നതല്ല, അവരുടെ വേദഗ്രന്ഥങ്ങൾ, അവരുടെ ചരിത്രം, അവരുടെ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും തമാശ പറഞ്ഞത്, ഇതെല്ലാം പെറുക്കിയെടുത്തിട്ട് മുഹമ്മദ് ജൂതന്മാർക്കെതിരായിട്ട് വെറുപ്പ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 77 അവർ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കുന്നതും നിശ്ചയമായും അള്ളാഹു അറിയുന്നുവെന്ന് അവർ ഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു അല്ല ഇതൊന്നും അറിയുന്നത്. മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും അവിടുന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ മുഹമ്മദിനോട് വന്ന് പറയുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് മുഹമ്മദ് ഊഹിച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ് മുഹമ്മദ് ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ ഈ വെച്ച് കാച്ചുന്നത്. 78 അവർക്കിടയിൽ അക്ഷരജ്ഞാനമില്ലാത്തവരുണ്ട്. അവർ ചിലർ വ്യാജ വർത്തമാനങ്ങളല്ലാതെ വേദത്തെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല. അവർ ഊഹത്തെ മാത്രം ആധാരമാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ അവരുടെ വേദവുമായി ബന്ധപ്പെടുത്തി മുഹമ്മദിൻ്റെ പ്രവാചകത്വം സ്ഥാപിക്കാനുള്ള ശ്രമം ആദ്യം നടത്തിയപ്പോൾ അതിനെല്ലാം അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അവർ കൃത്യമായി ഖണ്ഡിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മുഹമ്മദിൽ എന്തെങ്കിലും പ്രവാചക ലക്ഷണം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ പഠിച്ച വേദം അനുസരിച്ചും അവർ പഠിച്ച തത്വം അനുസരിച്ചുള്ള എല്ലാ പരീക്ഷണങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിലെല്ലാം മുഹമ്മദ് ദയനീയമായി അവരുടെ മുമ്പിൽ പരാജയപ്പെടുകയാണ് മക്കയിൽ വെച്ച് തന്നെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഹമ്മദിനെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കേണ്ട യാതൊരു ബാധ്യതയും മദീനയിലെ ജൂതന്മാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ മുഹമ്മദുമായിട്ട് മറ്റു രീതിയിൽ മതം മാറാതെ സഹകരിക്കാനൊക്കെ അവരിൽ പലരും തയ്യാറായിരുന്നു. അങ്ങനെയുള്ള ചില വർത്തമാനങ്ങൾ അവർ മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വർത്തമാനങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് മദീനക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഇതുപോലെ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. 79 അതിനാൽ സ്വന്തം കൈകൊണ്ട് മതഗ്രന്ഥങ്ങൾ എഴുതുകയും എന്നിട്ട് അതിന് തുച്ഛമായ വില വാങ്ങുവാനായി ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്യുന്നവർക്കാണ് വമ്പിച്ച നാശം. അവരുടെ കൈകൾ എന്തെല്ലാം എഴുതിയുണ്ടാക്കിയോ അതുമൂലം അവർക്ക് വമ്പിച്ച നാശം. അവർ അതുവഴി എന്തെല്ലാം സമ്പാദിക്കുന്നുവോ അതുമൂലം അവർക്ക് വമ്പിച്ച നാശം. ഇവരെ യഹൂദന്മാരെ ശപിക്കണം. എന്നിട്ട് എന്താ കാരണം പറയുന്നത്? അവരുടെ വേദഗ്രന്ഥത്തിൽ അവർക്ക് തോന്നിയ മാതിരിയൊക്കെ എഴുതി ചേർത്തു എന്നും പലതും മറച്ചു പിടിച്ചു എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് കേസ്. കാരണം മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിന് അവരുടെ വേദഗ്രന്ഥത്തിൽ തെളിവുണ്ട് എന്നും പറഞ്ഞു ചെന്നപ്പോൾ അവരുടെ വേദഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും കാണിച്ചു കൊടുത്തിട്ടും അവർ അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ അവർ കൃത്രിമം കാണിച്ചതാണ്, അവർ മറച്ചു പിടിച്ചതാണ് എന്നുള്ള ഒരു ആരോപണം മുഹമ്മദ് അവർക്ക് നേരെ ഉന്നയിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ അനുയായികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ മുഹമ്മദ് അവകാശപ്പെട്ടതുപോലുള്ള ഒരു പ്രവാചകത്വത്തിന് ജൂതന്മാരുടെ കയ്യിലുണ്ടായിരുന്ന വേദത്തിൽ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അത് അംഗീകരിക്കുന്നതിന് പകരം അവരുടെ വേദഗ്രന്ഥമൊക്കെ കേടുവരുത്തി എന്നുള്ള ഒരു വർത്തമാനമാണ് മുഹമ്മദ് ഇവിടെ ആരോപിക്കുന്നത്. പക്ഷേ ഇതും ദൈവത്തെ പരിഹസിക്കലാണ്. ഒരു ദൈവം ഒരു മതം ഉണ്ടാക്കി, ഒരു വേദഗ്രന്ഥം ഉണ്ടാക്കിയിട്ട് ആ വേദഗ്രന്ഥം വിശ്വസിക്കുന്ന ആ മതത്തിൻ്റെ അനുയായികൾ തന്നെ വേറെന്തോ താല്പര്യത്തിൻ്റെ പേര് ആ വേദഗ്രന്ഥം വെട്ടി തിരുത്തി നാശമാക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പിന്നെ ആ പണിക്ക് പറ്റില്ല എന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ദൈവം ഒരു വേദഗ്രന്ഥം കൊടുത്തയച്ചാൽ അതിൽ തൊടുവോ? വിശ്വാസമുള്ളവർ തൊടൂല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ ഒരു കൂട്ടർ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യത്തിന് വെറുതെ കരുതിക്കൂട്ടി കേടുവരുത്തുന്നത് എങ്ങനെ? അത് വിശ്വാസികൾക്ക് ചെയ്യാൻ പറ്റുമോ? എന്ന് മാത്രമല്ല, ഇവിടെ മുഹമ്മദിന് വലിയ അമളി പറ്റിയിട്ടുണ്ട്, മുഹമ്മദിനും അള്ളാഹുവിനും. കാരണം മക്കയിൽ ജൂതന്മാർ തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാലത്ത് മുഹമ്മദിന് ഈ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മക്കക്കാരോട് മുഹമ്മദ് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയി ചോദിച്ചു നോക്കിയെന്നാണ്. മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിൽ മക്കക്കാർക്ക് സംശയമുണ്ടെങ്കിൽ മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ ദൈവ വെളിപാടാണ് എന്ന കാര്യത്തിൽ മക്കക്കാർക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ സംശയം തീർക്കാൻ നിങ്ങൾ ജൂതന്മാരുടെ അടുത്തേക്ക് പോയിക്കോ എന്ന് ആയത്തിറക്കിയ കക്ഷിയാണ് മുഹമ്മദിൻ്റെ അള്ളാഹു. അതേ മുഹമ്മദും അള്ളാഹുവാണ് ഇപ്പോൾ പറയുന്നത് ആ വേദഗ്രന്ഥമൊക്കെ ആകെ നാശമാക്കിയിരിക്കുന്നു, കേടുവരുത്തിയിരിക്കുന്നു, അതാകെ തുമ്പില്ലാതാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഈ തുമ്പില്ലാതാക്കിയ വേദഗ്രന്ഥത്തിൻ്റെ അടുത്തേക്കാണോ സാക്ഷ്യം തേടി പറഞ്ഞയച്ചിരുന്നത് ആദ്യം? അപ്പോൾ എന്തൊരു വിഡ്ഢിയാണ് ഈ ദൈവം.
80. അല്പ ദിവസങ്ങൾ മാത്രമല്ലാതെ ഞങ്ങളെ അഗ്നി സ്പർശിക്കുകയില്ല എന്നവർ പറയുന്നു. താങ്കൾ ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിശ്ചയമായും അള്ളാഹു അവൻ്റെ കരാർ ലംഘിക്കുകയില്ല. അഥവാ അള്ളാഹുവിനെക്കുറിച്ച് അറിവ് കിട്ടാത്തത് നിങ്ങൾ ജൽപ്പിക്കുകയാണോ? ഇവിടെ ജൂതന്മാർ പ്രാദേശികമായിട്ട് അവരെക്കുറിച്ച് വീമ്പ് പറഞ്ഞു നടന്നിരുന്നതും മുഹമ്മദിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചില തമാശകൾ പറഞ്ഞു നടന്നിരുന്നതൊക്കെ എടുത്ത് പെറുക്കിയിട്ടാണ് അതിന് മറുപടി പറയുകയാണ് അള്ളാഹു. ഇവിടെ ഇതിൻ്റെ സന്ദർഭമായിട്ട് 2-3 തരത്തിൽ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇബ്നു കസീർ ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് പറയുന്നത്, ആകെ 7000 വർഷമാണ് ലോകത്ത് മനുഷ്യന്മാർ ജീവിക്കുക എന്ന് ജൂതന്മാർ പറഞ്ഞിരുന്നു. അതിൽ 1000 കൊല്ലത്തിന് ഒരു ദിവസം മാത്രമേ ഒരു ജൂതന് ശിക്ഷ കിട്ടുകയുള്ളൂ, നരകശിക്ഷ കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ജൂതൻ പരമാവധി 7 ദിവസം മാത്രമേ നരകത്തിൽ കിടക്കേണ്ടി വരുള്ളൂ എന്ന് ജൂതന്മാർ അവകാശപ്പെട്ടിരുന്നു, അങ്ങനെ പറഞ്ഞു നടന്നിരുന്നു എന്നുള്ളതാണ് ഒരു കേസ്. അതിനുള്ള മറുപടിയാണിത് എന്നാണ് ഒരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം ഇബ്നു അബ്ബാസിൻ്റെ തന്നെ തഫ്സീറിൽ പറയുന്നത്, പശുവിനെ ആരാധിച്ച 40 ദിവസമുണ്ട് ഞങ്ങളെ ചരിത്രത്തിൽ. ആ 40 ദിവസത്തെ ശിക്ഷ മാത്രമേ ഞങ്ങൾക്ക് പരമാവധി കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ജൂതന്മാർ ഒരു ദൈവവും ശിക്ഷിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സവിശേഷ ജനതയാണ് എന്നൊക്കെ ജൂതന്മാരിൽ ചിലർ വീമ്പ് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇത് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. മൂന്നാമത്തെ വ്യാഖ്യാനം, നരകത്തിന് ആകെ 40 കൊല്ലത്തെ വഴിദൂരമേ നീളമുള്ളൂ. അപ്പോൾ ഞങ്ങൾ നരകത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നടക്കുന്ന ഒരു 40 കൊല്ലം, അതിലേറെയൊന്നും ഒരിക്കലും ഒരു ജൂതന് ഒരു ശിക്ഷയും കിട്ടില്ല എന്ന് ചിലർ തമാശ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാണിത് എന്നൊക്കെ പറയും. എന്തായാലും ജൂതന്മാർ ഏതാണ്ടൊക്കെ മുഹമ്മദിനെ കളിയാക്കാൻ വേണ്ടി എന്തൊക്കെയോ തമാശയും പറഞ്ഞ് അവിടെ നടന്നിരുന്നതിനൊക്കെ ചാടിക്കേറി മറുപടി പറഞ്ഞിട്ട് ജൂതവിരോധം തുപ്പുകയാണ് ഇവിടെ പ്രപഞ്ച സൃഷ്ടാവായ ഒരു പടച്ചോൻ. ആ പടച്ചോൻ്റെ നിലവാരം എന്താണ് എന്ന് ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന വാചകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ചിന്തിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്കല്ല. 81. അല്ല, ദുഷ്കൃത്യം ആര് തന്നെ പ്രവർത്തിക്കുകയും തൻ്റെ പാപം അവനെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നുവോ അങ്ങനെയുള്ളവർ നരകവാസികളാകുന്നു, അവരതിൽ നിരന്തരം താമസിക്കുന്നവരാണ്. മുഹമ്മദിന് ഇന്ന ഈ 2 ദിവസത്തെ നരകശിക്ഷ, 40 ദിവസത്തെ നരകശിക്ഷ, അതൊന്നും മുഹമ്മദിൻ്റെ കണക്കിലില്ല. മുഹമ്മദിനെയും അള്ളാനെയും വിശ്വസിക്കാൻ തയ്യാറാവാത്ത ആൾക്കാർ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളെ മുഴുവൻ നിത്യനരകത്തിലിട്ടിട്ട് കരിക്കുക ചെയ്യാം. ഒരിക്കലും മോചനമില്ലാതെ കാലാകാലം നരകത്തിലിട്ട് കരിക്കുന്ന ഒരു കൊടും ക്രൂരനായ ഒരു പിശാചാണ് മുഹമ്മദിൻ്റെ ദൈവം. കാരുണ്യവാനാണ് എന്നിങ്ങനെ പുട്ടിന് തേങ്ങ പോലെ പറയുന്നുണ്ട്. ഇതാണ് മുഹമ്മദിൻ്റെ വൈരുദ്ധ്യം. പക്ഷേ ജൂതന്മാർക്ക് അങ്ങനെ ഒരു നിത്യനരക സങ്കല്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഈ ഭൂമിയിലെ ജീവിതവും ഈ ഭൂമിയിലെ ജീവിത സൗകര്യങ്ങളും ഇവിടുത്തെ ആയുസ്സും ആരോഗ്യവും ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാന അജണ്ട. അതിലുള്ള അസൂയ മുഹമ്മദ് ഇങ്ങനെ തുപ്പുന്നത് ഇനി തുടർന്ന് നമുക്ക് കാണുകയും ചെയ്യാം. 82. ആര് സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നുവോ അവർ സ്വർഗവാസികളാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കും. അപ്പോൾ സ്വർഗത്തിലുള്ളവരും നിത്യവാസികളായിരിക്കും. ഈ സത്യവിശ്വാസം എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ വിശ്വാസം അങ്ങോട്ട് അംഗീകരിച്ചാൽ മതി. നേരത്തെ സൽമാൻ ബിൻ ഫാരിസിനോട് എന്താണ് അള്ളാഹ് ആയത്തിറക്കി പറഞ്ഞത്? സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് മോക്ഷം കിട്ടുന്നത് പോലെ തന്നെ ജൂതന്മാർക്കും നസ്രാണികൾക്കും സാബികൾക്കും ഒക്കെ മോക്ഷം കിട്ടും. അവർക്ക് ചെറിയ 2 കാര്യം ചെയ്താൽ മതി. ഒരു അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ മതി എന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞാൽ എന്താണ്? ഇവിടെ മുഹമ്മദിൽ വിശ്വസിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം, മുഹമ്മദിൻ്റെ സത്യവിശ്വാസത്തിൽ വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നിത്യസ്വർഗം കിട്ടുള്ളൂ എന്നാണ്. ഇവിടെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സാബികൾക്കും ഒന്നും സ്വർഗ്ഗമില്ല. അവർ അന്ത്യദിനത്തിൽ വിശ്വസിച്ചാലും സ്വർഗ്ഗമില്ല, അവർ ദൈവത്തിൽ വിശ്വസിച്ചാലും സ്വർഗമില്ല, അവർ മുഹമ്മദിൽ വിശ്വസിച്ചാലേ സ്വർഗമുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. 83. അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരാധന ചെയ്യരുത്. മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥ കുട്ടികൾക്കും ദരിദ്രന്മാർക്കും നിങ്ങൾ നന്മ ചെയ്യണം. ജനങ്ങളോട് നല്ല വാക്ക് പറയണം. നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം എന്നിങ്ങനെ ഇസ്രായേല്യരോട് നാം കരാറ് വാങ്ങിയ സന്ദർഭം. അതിനുശേഷവും നിങ്ങളിൽ ചുരുക്കം ചിലരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം വിമുഖരായി പിന്തിരിഞ്ഞു കളഞ്ഞു. ഇസ്രായേല്യരുടെ വേദഗ്രന്ഥം വായിച്ചാൽ അതിനകത്ത് ഇങ്ങനെ ഒരു കരാറൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അവിടുത്തെ കരാറ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ ബൈബിൾ കുറേ വായിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അവരുടെ യഹോവയ്ക്ക് ആവശ്യം, നിങ്ങൾ
അനാഥരെ സംരക്ഷിക്കുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക, നിങ്ങൾ നിസ്കരിക്കുക, ഇതൊന്നും ആയിരുന്നില്ല. മറിച്ച് ആ മൂപ്പർക്ക് ആവശ്യം നിങ്ങൾ പശുവിനെ അറുത്തുകൊണ്ട, കാളേനെ അറുത്തുകൊണ്ട, നിങ്ങൾ ആടിനെ അറുത്തുകൊണ്ട, നിങ്ങൾ അതിൻ്റെ ചോര അവിടെ പുരട്ട് ഇവിടെ പുരട്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള കുറേ കേസുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഈ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ വേറെയായിരുന്നു. ആ ദൈവവും മുഹമ്മദ് പറയുന്ന കാര്യങ്ങളും ഒരു ബന്ധവുമില്ല എന്ന് അവരുടെ വേദഗ്രന്ഥം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. മുഹമ്മദിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണ് അവരുടെ വേദഗ്രന്ഥത്തിലും ഉള്ളത് എന്ന് നുണ പറഞ്ഞുകൊണ്ട് അവരെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയം വിഡ്ഢികളാവുകയാണ് ചെയ്യുന്നത്. മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരെ പറ്റിക്കാനുള്ള ശ്രമമാണ് മുഹമ്മദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ കുറേ നന്മകൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇസ്രായേല്യരോട് കൽപ്പിച്ച നന്മകളുടെ മഹത്വമൊക്കെ പറയാം. എന്താണ് ഇപ്പോൾ ഇവിടെ വലിയ നന്മയായിട്ട് പറഞ്ഞത്? മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും ദരിദ്രന്മാർക്കും നന്മ ചെയ്യണം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ വെറും ചീള് കേസാണ്. ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ആധുനിക ധാർമ്മിക സങ്കല്പവും സാമൂഹ്യ സങ്കല്പവുമൊക്കെ ഈ പറഞ്ഞുവിടുന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഒരു ചീള് കേസ് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അനാഥരെയും അതുപോലുള്ളവരെയും സക്കാത്ത് കൊടുത്ത് സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നതിന് ആധുനിക ലോകത്ത് വലിയ പ്രസക്തിയില്ല. കാരണം അനാഥരോ അല്ലെങ്കിൽ അത്തരമുള്ള അശരണരോ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു പൊതു സംവിധാനത്തിൽ സാമൂഹ്യ സുരക്ഷ നൽകി വളരെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളാണ് ആധുനിക ലോകത്ത് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. അവിടെ അനാഥർ ഇങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കേണ്ടി വരില്ല. അതുപോലെ വാർദ്ധക്യം ബാധിച്ചവരോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ളവരോ അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്തവരോ ഒന്നും അങ്ങനെ കഷ്ടപ്പെട്ട് തെണ്ടി നടക്കേണ്ടി വരില്ല. അവരെയൊക്കെ സമൂഹം പൊതുവിൽ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുകയും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഔദാര്യം കാണിക്കുന്നതിൻ്റെ അപകർഷതയോ അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യതയോ ഒന്നുമില്ലാതെ തന്നെ ഒരു സാമൂഹ്യ ബാധ്യത അവകാശം എന്ന നിലയ്ക്ക് തന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പൊതു സംവിധാനത്തിൽ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ആധുനിക മനുഷ്യൻ ചെയ്തു വരുന്നത്. അങ്ങനെയുള്ള ഒരു പരിഷ്കൃത ലോകത്തിൻ്റെ മുമ്പിൽ ഈ പടച്ചോൻ വിവരിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ വളരെ വളരെ നിസ്സാരമായ ചീള് കേസുകൾ മാത്രമാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ പൊക്കിക്കാണിച്ചുകൊണ്ട് ഈ നന്മയൊക്കെ നിങ്ങൾ യുക്തിവാദികൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന ആളുകളോടാണ് ഈ പറഞ്ഞത്. നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, ഇതൊന്നും ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ കരാറിലെ മുഖ്യ വ്യവസ്ഥകൾ ആയിരുന്നില്ല. ഇതൊക്കെ മുഹമ്മദിൻ്റെ ദൈവത്തിൻ്റെ കരാറാണ്. മുഹമ്മദിൻ്റെ ദൈവത്തിൻ്റെ കരാറ് മുഹമ്മദ് ജൂതന്മാരുടെ ദൈവത്തിൻ്റെ തൊള്ളയിൽ കൊണ്ട് വെച്ച് കെട്ടുകയാണ്. മുഹമ്മദിൻ്റെ ധാർമ്മിക ബോധം 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധത്തിൽ നിന്നും ഒട്ടും മേലെ ആയിരുന്നില്ല എന്നതുകൊണ്ടാണ് ഒരു ദൈവത്തിൻ്റെ പേരിൽ മുഹമ്മദ് ഈ ചീള് കേസുകളൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. 84 നിങ്ങളുടെ രക്തം നിങ്ങൾ തന്നെ ചിന്തുകയില്ലെന്നും സ്വന്തം ഭവനങ്ങളിൽ നിങ്ങളെ തന്നെ പുറത്താക്കുകയില്ലെന്നും നിങ്ങളോട് നാം കരാറ് വാങ്ങിയ സന്ദർഭം പിന്നീട് അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങളത് സമ്മതിച്ചു. 85 എന്നിട്ട് കൂടി നിങ്ങളിതാ പരസ്പരം കൊല്ലുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തെ അവർക്കെതിരായി പാപമായും അക്രമമായും പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു. അവർ തടവുകാരായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ പിഴ അടച്ചു അവരെ നിങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അവരെ പുറത്താക്കുന്നത് തന്നെ നിങ്ങളോട് വിരോധിക്കപ്പെട്ടതാണ്. ഇവിടെ പ്രാദേശികമായിട്ട് മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരെ കുറ്റം പറയാനുള്ള വകുപ്പ് കണ്ടെത്തിയിട്ട് കുറ്റം പറയുകയാണ്. അതായത് ഔസ് ഖസ്റജ് എന്ന് പറയുന്ന 2 അറബ് ഗോത്രങ്ങളുമായിട്ട് ബനു നളീർ ബനു ഖുറൈദ എന്ന് പറയുന്ന 2 ജൂതഗോത്രങ്ങൾ വെവ്വേറെ സഖ്യമുണ്ടാക്കുകയും ആ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഈ ജൂതഗോത്രങ്ങൾ പരസ്പരം പോരടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ചരിത്രം മദീനയിലുണ്ട്. മുഹമ്മദ് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ജൂതന്മാരോട് പരസ്പരം യുദ്ധം ചെയ്യരുതെന്ന് ഒരുമിച്ച് നിൽക്കണമെന്നും അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ ആ വേദഗ്രന്ഥമൊന്നും അനുസരിക്കാതെ അവർ പരസ്പരം പൊരുതുകയും ഒരു കൂട്ടർ വേറൊരു കൂട്ടർ അടിമകളാക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാദേശികമായ പ്രശ്നം ഇട്ട് ജൂതന്മാരെ ചീത്ത വിളിക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് അവരുടെ വേദഗ്രന്ഥത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞു. പിന്നെ പ്രാദേശികമായിട്ട് ചില ജൂതന്മാർ മുഹമ്മദിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ചില കാര്യങ്ങൾ പെറുക്കിയെടുത്തിട്ട് അതിന് കുറ്റം പറഞ്ഞു. അവസാനം പ്രാദേശികമായി ജൂതന്മാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നറിഞ്ഞ് അതെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവരെ ചീത്ത പറയുകയാണ്. അപ്പോൾ വേദത്തിലെ ചില ഭാഗം വിശ്വസിക്കുകയും ചില ഭാഗം നിഷേധിക്കുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത്?
നിങ്ങളിൽ അങ്ങനെ ചെയ്യുന്നവരാരോ അവർക്ക് ഐഹിക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റെന്താണ് പ്രതിഫലം? പുനരുത്ഥാന ദിവസം അവർ കഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒട്ടും അശ്രദ്ധനല്ല. അപ്പോൾ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ ജൂതന്മാർ പരസ്പരം പൊരുതരുത് എന്നൊരു ഭാഗത്ത് പറഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് ജൂതഗോത്രങ്ങൾ തമ്മിൽ പൊരുതിയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേദഗ്രന്ഥം പകുതി മതിയോ മുഴുവൻ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മദീനയിലെ ജൂതന്മാരെ ചീത്ത വിളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം മദീനയിൽ ഉണ്ടായിരുന്ന മുഹമ്മദിൻ്റെ കൂടെ കൂടിയ അൻസാറുകളെ ഈ ജൂതന്മാർക്കെതിരായി തിരിക്കുക, ജൂതന്മാരിൽക്കെതിരെ അവരുടെ ഉള്ളിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, ജൂതന്മാർ മോശക്കാരാണ് എന്ന് അവരുടെ മുമ്പിൽ സ്ഥാപിച്ചെടുക്കുക. ഇതായിരുന്നു മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നിന്ന നിപ്പിൽ ജൂതന്മാർക്കെതിരെ പറയാവുന്ന തെറി മുഴുവൻ മുഹമ്മദ് നീട്ടിവലിച്ച് പറയുന്നത്. ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഇതുപോലെ ഒരു മനുഷ്യവംശത്തിനെതിരായിട്ട് വംശീയ വെറി ഉൽപ്പാദിപ്പിക്കുന്ന വാക്യങ്ങൾ അവതരിപ്പിക്കുമോ എന്ന് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. 86. അവർ പരലോക ജീവിതത്തിന് പകരം ഇഹലോക ജീവിതത്തെ വാങ്ങിയിട്ടുള്ളവരാകുന്നു. അതുകൊണ്ട് അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല, അവർ സഹായിക്കപ്പെടുകയുമില്ല. ഇത് മുഹമ്മദിന് മനസ്സിലായിട്ടുണ്ട്. കാരണം അവരുടെ വേദഗ്രന്ഥവും അവരുടെ മതവും അവരുടെ സംസ്കാരവും ഒന്നും ഒരു പരലോകത്തെ കള്ളും പെണ്ണും ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല. അവർ ഇഹലോകത്തെ ജീവിതമാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഇഹലോകത്ത് ആയുരാരോഗ്യത്തോടെ സൗഭാഗ്യങ്ങളോടെ സമ്പൽ സമൃദ്ധിയോടെ മറ്റുള്ളവരെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു ഉയർന്ന ഗോത്രമായിട്ട് എന്നും ജീവിക്കണം എന്ന ആഗ്രഹമാണ് ജൂതന്മാർക്കുണ്ടായിരുന്നത്. അവരുടെ കഥകളിലെല്ലാം അവരത്തരത്തിലുള്ള ഒരു ഉത്കൃഷ്ട സമൂഹമാണെന്നും ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക സമൂഹമാണെന്നും അവർക്കായിരിക്കും ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അഭിവൃദ്ധി ഉണ്ടാവുക എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരായിരുന്നു ജൂതന്മാർ. അതല്ലാതെ മുഹമ്മദിൻ്റെ കഥയിൽ പറയുന്നത് പോലെ ഇവിടെ ജീവിതമല്ല, ഇവിടെ മരണമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊല്ലാനും ചാവാനും പോയിട്ട് രക്തസാക്ഷിയായിട്ട് നേരെ സ്വർഗത്തിൽ പോയിട്ട് കള്ളും പെണ്ണും കുടിച്ചു കൂടാം എന്ന തരത്തിലുള്ള ഒരു വികല ദർശനം ഈ ജൂതന്മാർക്കുണ്ടായിരുന്നില്ല. ജൂതന്മാരുടെ ദർശനം ജീവിത ദർശനമായിരുന്നു, മുഹമ്മദിൻ്റേത് മരണ ദർശനമായിരുന്നു. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിൽ മുഹമ്മദ് ജൂതന്മാരോട് അസൂയ പ്രകടിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അവരുടെ ഈ വിശ്വാസത്തെ മുഹമ്മദ് പരിഹസിക്കുകയാണ്. 87. നിശ്ചയമായും നാം മൂസാക്ക് ഗ്രന്ഥം നൽകി, അദ്ദേഹത്തിന് ശേഷം നാം തുടരെ തുടരെ ദൂതന്മാരെ അയച്ചു. മറിയമിൻ്റെ മകൻ ഈസാക്ക് നാം നിഷ്പക്ഷമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടാത്ത സന്ദേശങ്ങളുമായി ഓരോ ദൂതൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോഴെല്ലാം നിങ്ങൾ ഗർവ് കാണിക്കുകയും അങ്ങനെ ചിലരെ നിഷേധിക്കുകയും ചിലരെ കൊലപ്പെടുത്തുകയുമാണോ? അപ്പോഴേക്ക് പിന്നെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കാര്യം, യേശുക്രിസ്തുവിനെയും അതുപോലെ വേറെ ചില പ്രവാചകന്മാരെയും ഒക്കെ ഈ ജൂതന്മാർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ക്രിസ്തു മതത്തിലെ കഥയെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് അത് വെച്ചിട്ട് ജൂതന്മാരെ ചീത്ത വിളിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾ പ്രവാചകന്മാരെ ധിക്കരിച്ചില്ലേ, ഓലെ കൊല്ലാൻ നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയ ചരിത്രം എടുത്ത് ജൂതന്മാരുടെ കുറ്റം വിളിച്ചു പറയുകയാണ് ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ദൈവം. 88. ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടികളിലകപ്പെട്ടിരിക്കുകയാണ് എന്ന് അവർ പറയുന്നു. അല്ല, അവരുടെ സത്യനിഷേധം കാരണത്താൽ അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിനാൽ അവരുടെ വിശ്വാസം വളരെ തുച്ഛം മാത്രമാകുന്നു. ഇവിടെ ജൂതന്മാർ മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരെ ഇങ്ങോട്ട് വിമർശിച്ചിരുന്ന കാര്യമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ ഹൃദയങ്ങൾ മൂടിയതാണെന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ വേദവും ഞങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും നിങ്ങൾ വിഡ്ഢിത്തങ്ങളാണ് പറയുന്നത് എന്നൊക്കെ ജൂതന്മാർ മുഹമ്മദിനോട് ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിന് ഉള്ള കെറിവ് മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അതൊന്നും അല്ല കാര്യം, നിങ്ങൾ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്, അതിനാൽ നിങ്ങളുടെ വിശ്വാസം തുച്ഛമായി മാത്രമായിരിക്കുന്നു എന്നാണ്. അള്ളാഹു ശപിച്ചവരാണ് ജൂതന്മാർ, അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ടവരാണ് ജൂതന്മാർ എന്ന ആശയമാണ് ഇവിടെ ഖുർആനിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ എന്നാണ് ജൂതന്മാരെ ഫാത്തിഹ സൂറത്തിൽ വരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ജൂതന്മാരെന്ന് പറയുന്ന ഒരു വംശത്തെ ലോകാവസാനം വരെ മുസ്ലിങ്ങൾ വെറുക്കാൻ കാരണമാകുന്ന തരത്തിൽ വംശീയമായിട്ടുള്ള വിദ്വേഷവും വെറുപ്പുമാണ് ഈ ഖുർആൻ വാക്യങ്ങളിലൂടെ മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു ദൈവം അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ നിലവാരം അങ്ങേയറ്റം പരിതാപകരമാണ് എന്ന് പറയേണ്ടി വരും. 89.
തങ്ങളുടെ പക്കലുള്ളതിനെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അതിനു മുമ്പ് സത്യനിഷേധികൾക്കെതിരായി വിജയം സിദ്ധിക്കേണ്ടതിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു. എന്നിരിക്കെ തങ്ങൾ ശരിക്കു പരിചയപ്പെട്ടിരുന്നത് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അതിനെ നിഷേധിച്ചു കളയുകയാണ് അവർ ചെയ്തത്. അള്ളാഹുവിൻ്റെ ശാപം അത്തരം സത്യനിഷേധികൾക്കാണ്. അള്ളാഹു ശപിക്കാൻ കാരണം അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞതനുസരിച്ച് അവർ മുഹമ്മദ് പ്രവാചകനല്ല എന്ന് ബോധ്യപ്പെട്ട് തള്ളിക്കളഞ്ഞു എന്നതാണ്. അവർ ധിക്കാരം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ട് വേറെന്തെങ്കിലും കാരണം കൊണ്ടോ അല്ല തള്ളിക്കളഞ്ഞത്. മറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവർ ഇസ്രായേല്യരുടെ പ്രവാചകന്മാരെ മാത്രമേ അവർ പ്രവാചകന്മാരായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇസ്രായേല്യരുടെ ദൈവം മാത്രമാണ് അവരുടെ ദൈവം. അതുകൊണ്ട് ഇസ്രായേല്യർക്ക് പുറത്തുള്ള ഒരു വംശവുമായിട്ടോ ഒരു വർഗവുമായിട്ടോ അവരുടെ ദൈവത്തിനോ അവർക്കോ അവരുടെ വേദഗ്രന്ഥത്തിനോ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അറബിയായ അല്ലെങ്കിൽ ഇസ്രായേൽ വംശത്തിൽപ്പെടാത്ത മുഹമ്മദ് ഞങ്ങളുടെ പ്രവാചകനല്ല എന്നും അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നും ഞങ്ങളുടെ വേദത്തിലാണ് വിശ്വസിക്കുന്നത് എന്നും അവർ മുഹമ്മദിനോട് തുറന്നു പറഞ്ഞത്. അതിലുള്ള കെർവാണ്, അതിലുള്ള വിദ്വേഷമാണ് അള്ളാഹുവിൻ്റെ ശാപം, അള്ളാഹുവിൻ്റെ കോപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുപ്പായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. 90. അവർ എന്തിനു പകരം തങ്ങളുടെ ആത്മാക്കളെ വിറ്റുവോ അത് എത്ര നീചം. അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹത്തെ ഇറക്കിക്കൊടുക്കുന്നത് കൊണ്ടുള്ള അസൂയയാൽ അവൻ ഇറക്കിയതിൽ അവിശ്വസിക്കുക എന്നത്. അതിനാൽ അവർ മേൽക്കുമേൽ കോപത്തിന് പാത്രമായി തീർന്നു. അവിശ്വാസികൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. നോക്കൂ, കോപവും ശിക്ഷയും നിന്ദ്യതയും ഒക്കെ വർഷിക്കുകയാണ് ജൂതന്മാരുടെ മേൽ. ജൂതന്മാർക്ക് മുഹമ്മദ് പ്രവാചകനാകുന്നതിൽ അസൂയുള്ളത് കൊണ്ടാണ് അവർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞത് എന്നതാണ് ഇവിടെ ആരോപിക്കുന്നത്. വാസ്തവത്തിൽ തിരിച്ചാണ് സംഭവം. ജൂതന്മാർക്ക് അവരുടെ വേദമുണ്ട്, അവരുടെ മതമുണ്ട്, അവർക്ക് അവരുടെ ദൈവമുണ്ട്, അവർ സുഖസമൃദ്ധമായി ജീവിക്കുന്നുണ്ട്, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയുണ്ട്, അവരാരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് മുഹമ്മദിന് അവരെ കൂടെ കിട്ടാത്തതിലുള്ള അസൂയയും വെറുപ്പുമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ട് അത് നേരെ തിരിച്ചാണ് എന്ന് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. 91. അള്ളാഹു അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ മറുപടി പറയുന്നു. അതിന് ശേഷമുള്ളത് അവരുടെ പക്കലുള്ളതിനെ ശരിവെക്കുന്ന സത്യമായിരുന്നിട്ട് കൂടി അതിനെ നിഷേധിക്കുകയാണവർ. ചോദിക്കുക, നിങ്ങൾ വിശ്വാസികൾ തന്നെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇതിനു മുമ്പ് നിങ്ങൾ കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്തിനായിരുന്നു? ഇവിടെ വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് ജൂതന്മാർ പറയുന്നത്. ഞങ്ങളുടെ വേദത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങളുടെ വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും, അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. ഇത് ജൂതന്മാർ പറയുന്നു. ഇതന്നെയല്ല ഇപ്പം മുസ്ലിങ്ങളും പറയുന്നത്. മുസ്ലിങ്ങളോട് എന്ത് പറഞ്ഞാലും അവരുടെ വേദത്തിലുള്ളത് അംഗീകരിക്കുകയും മറ്റുള്ളവരുടെ വേദമൊക്കെ കേടുവരുത്തിയതാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ തള്ളിക്കളയല്ല ചെയ്യുന്നത്. അതേ നിലപാട് തന്നെയാണ് ജൂതന്മാർക്കുണ്ടായിരുന്നത്. ജൂതന്മാർ അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് അവർ ജീവിച്ചിരുന്നു. അതനുസരിച്ച് മുഹമ്മദ് ഒരിക്കലും പ്രവാചകനാവില്ല. കാരണം യാക്കൂബിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഇസ്രായേലിയർ. അവരിൽ നിന്ന് മാത്രമേ പ്രവാചകന്മാർ വരൂ എന്നുള്ളത് അവരുടെ വേദഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ പ്രവാചകത്വം വിശ്വസിക്കേണ്ട യാതൊരു ബാധ്യതയും സ്ക്രിപ്ചർ പരമായിട്ടോ മതപരമായിട്ടോ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞത്. പക്ഷേ മുഹമ്മദ് അത് അംഗീകരിക്കുന്നില്ല. മുഹമ്മദ് താൻ പ്രവാചകനാണ് എന്ന് അവരെ വേദഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട് എന്നും അതിലങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരത് കേടുവരുത്തിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദിൻ്റെ പ്രവാചകത്വം അവരുടെ മുമ്പിൽ സ്ഥാപിക്കാൻ പോയി. അത് അവർ തള്ളിക്കളയുകയും മുഹമ്മദ് കള്ളപ്രവാചകനാണ് എന്ന് മുഹമ്മദിൻ്റെ മുമ്പിൽ കാര്യകാരണ സഹിതം തെളിയിക്കുകയും ചെയ്തു. അത് കാരണമാണ് ജൂതന്മാരൊരിക്കലും തനിക്ക് കിട്ടില്ല എന്ന് മുഹമ്മദിന് ഉറപ്പായത്. അതുകൊണ്ട് ആ ജൂതന്മാരെ മദീനയിൽ വെച്ചുകൊണ്ടിരുന്നാൽ തൻ്റെ രാഷ്ട്രീയ ദൗത്യം അവിടെ നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട മുഹമ്മദ് അൻസാറുകളെയും ജൂതന്മാരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജൂതവിരോധം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. 92. നിശ്ചയമായും സ്പഷ്ടമായ തെളിവുകൾ സഹിതം മൂസ നിങ്ങളുടെ അടുക്കൽ വന്നു. പിന്നെ അദ്ദേഹത്തിന് ശേഷം അക്രമികളായിക്കൊണ്ട് നിങ്ങൾ പശുക്കുട്ടിയെ സ്വീകരിച്ചു. എന്തൊരു അസംബന്ധമാണ് ഇവിടെ പറയുന്നത് നോക്കൂ. പശുക്കുട്ടിയെ ആരാധിച്ചു എന്ന് പറയുന്ന കേസ് അതൊക്കെ സോൾവായി പോയ കേസാണ്. കാരണം അവരുടെ ദൈവമായ യഹോവ തന്നെ അവരെ കൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യിക്കുകയും 3000 പേരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തതിൻ്റെ പേരിൽ ആ തെറ്റ് പുറത്തു കൊടുക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്തുകൊണ്ട്
ആ ദൈവം അവരെ പിന്നീട് സ്വീകരിക്കുകയും അവരുടെ കൂടെ അവരുടെ രക്ഷകനായി സഞ്ചരിക്കുകയും ചെയ്തതാണ് നമ്മൾ ബൈബിളിൽ കഥയിൽ വായിക്കുന്നത്. അപ്പോൾ ഈ സോൾവായ കേസ്, മാപ്പ് കൊടുത്ത കേസ്, അത് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞ ഒരു കേസൊക്കെ പെറുക്കിയെടുത്തിട്ട് വീണ്ടും അവരെ ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ പറയുന്നത് അവരുടെ ദൈവമായ യഹോവ അല്ല എന്നതിന് ഇതിൽ പരം തെളിവെന്താ വേണ്ടത്? കാരണം യഹോവ മാപ്പ് കൊടുത്ത കേസല്ലേ അത്, യഹോവ ക്ഷമിച്ച കേസല്ലേ, പ്രതിക്രിയ ചെയ്തുകൊണ്ട് 3000 പേരെ കൊന്നുകൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്ത കേസല്ലേ. അങ്ങനത്തെ ഒരു കേസ് പിന്നെ എടുത്തിട്ട് ഈ യഹോവ അവരെ ചീത്ത പറയുമോ? നിങ്ങൾ അങ്ങനെ പണ്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്ത പറയുമോ? അങ്ങനെ ചെയ്തുമ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണോ യഹോവ അതൊക്കെ പുറത്ത് അവരെ കൂടെ കൂടിയ ദൈവമല്ലേ. അപ്പോൾ മുഹമ്മദിൻ്റെ അള്ളാഹുവും ഇവരുടെ യഹോവയും രണ്ടും രണ്ട് ദൈവമാണ് എന്ന് വളരെ വ്യക്തമാവുകയാണ് ഇവിടെ. ഇത് രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ചാൽ ഒട്ടൂല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. 93 നിങ്ങളോട് നാം കരാറ് വാങ്ങുകയും നിങ്ങൾക്ക് മുകളിലായി പർവ്വതം ഉയർത്തുകയും എന്നിട്ട് നിങ്ങൾക്ക് നാം നൽകിയത് നിങ്ങൾ മുറുകെ പിടിക്കുകയും കേട്ടനുസരിക്കുകയും ചെയ്യുക എന്ന് ചെയ്ത സന്ദർഭം ഇതിന് ഞങ്ങൾ കേൾക്കുകയും വിപരീതം പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് അവർ പറഞ്ഞു. അവിശ്വാസം കാരണമായി അവരുടെ ഹൃദയങ്ങളിൽ പശുക്കുട്ടി നിലീനമാക്കപ്പെട്ടിരുന്നു. പറയുക, നിങ്ങൾ വിശ്വാസികളായിരുന്നെങ്കിൽ ഏതൊന്നിന് നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നുവോ അത് എത്ര നീചമാകുന്നു. ഇതൊക്കെ ആ പഴങ്കഥ എടുത്തുകൊണ്ട് എന്നോ കഴിഞ്ഞു പോയ ഒരു കേസ്, എന്നോ സോൾവായി പോയ ഒരു കേസ്, യഹോവ തന്നെ ക്ഷമിച്ച ഒരു കേസ് പൊക്കിപ്പിടിച്ചുകൊണ്ട് വീണ്ടും അവരെ ചീത്ത വിളിക്കുകയാണ്. യഹോവയല്ലാത്ത അള്ളാഹു. യഹോവയായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഒന്നും പേരിൽ പിന്നെ ചീത്ത പറയാൻ പോകില്ലായിരുന്നു. കാരണം അതൊക്കെ കഴിഞ്ഞു പോയ കേസാണ്. 94 പറയുക, നിങ്ങൾക്ക് മാത്രമാണ്, മറ്റൊരു ജനതക്കുമല്ല. അള്ളാഹുവിങ്കിൽ പരലോകമെങ്കിൽ നിങ്ങൾ മരണത്തിനായി ആഗ്രഹിക്കൂ, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. നോക്കൂ, എത്ര നികൃഷ്ടമായ ഭാഷയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവർ ജീവിതത്തെ സ്നേഹിക്കുന്നു, ഇവർ മരണത്തെ സ്നേഹിക്കുന്നില്ല. മരണാനന്തരമല്ല ജൂതന്മാരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇഹലോകവും ജീവിതവുമാണ്. എന്നാൽ മുഹമ്മദാണ് ഈ പരലോകവും സ്വർഗവും നരകവും പറഞ്ഞിട്ട് കഥ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് ആ പരലോകം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പരലോകമാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് മരിച്ചാൽ പോരെ, ചത്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പരലോകം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെന്താ ചാവാൻ പോകാത്തത്? നിങ്ങളെന്തിനാ ഇവിടെ ജീവിക്കുന്നത്? ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങേരുടെ മനസ്സിൽ ഇവർ ചാവണമെന്നും ഇവരെ കൊല്ലണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രമാത്രം വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനിവിടെ ജീവിക്കുന്നു, നിങ്ങൾക്ക് പരലോകത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഉണ്ട് ചത്തൂടെ എന്നൊക്കെയാണ് ഇവിടെ മുഹമ്മദ് വിളിച്ചു പറയുന്നത്. ഇതൊക്കെ ഒരു ദൈവം പറഞ്ഞതാണെങ്കിൽ ആ ദൈവത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് എന്താ പറയുക? 95 തങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതെന്തോ അതുകാരണമായി അവർ അതിനൊരിക്കലും ആഗ്രഹിക്കുകയില്ല. തീർച്ച അള്ളാഹു അക്രമികളെ ഏറ്റവും അറിയുന്നവരാകുന്നു. അവർ ചാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ജൂതന്മാർ ചാവാൻ ആഗ്രഹിക്കുന്നില്ല, അവരവിടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എത്രത്തോളം വിദ്വേഷമാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നതെന്ന്. 96 ജനങ്ങളിൽ വെച്ച് ജീവിച്ചിരിക്കുവാൻ ഏറ്റവും ആസക്തിയുള്ളവരായി, ബഹുദൈവ വിശ്വാസികളെക്കാളും ആസക്തിയുള്ളവരായി നിശ്ചയമായും താങ്കൾക്ക് അവരെ കാണാം. അല്ല, ബഹുദൈവ വിശ്വാസികളായ മക്കാരെക്കാളും ജീവിതത്തോട് ആർത്തിയുള്ളവരായിട്ട് ഈ ജൂതന്മാരെ നിങ്ങൾക്ക് കാണാം. 1000 കൊല്ലം ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്നവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. എന്നാൽ ദീർഘായുസ് ലഭിക്കുന്നത് അവനെ യാതൊരു നിലയിലും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല. അവർ പ്രവർത്തിക്കുന്നതിനെ അള്ളാഹു നല്ലവണ്ണം കാണുന്നവനാകുന്നു. അപ്പോൾ അവരുടെ ദീർഘായുസിലും അവരുടെ ജീവിത സുഖത്തിലും അവർ ഈ പരലോകം കാംക്ഷിച്ചുകൊണ്ട് ചാവാൻ പോവാത്തതിലും ഒക്കെ മുഹമ്മദിനുള്ള വെറുപ്പും അസൂയയും വിദ്വേഷവുമാണ് ഇവിടെ തുളുമ്പുന്നത്. ഒരു ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ച സാധനങ്ങളുടെ നിലവാരവും ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സംസ്കാര നിലവാരവുമൊക്കെ ഈ ഖുർആൻ വാക്യങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. 97 പറയുക, ആരെങ്കിലും ജിബ്രീലിൻ്റെ ശത്രുവായിരുന്നുവെങ്കിൽ നിശ്ചയമായും അദ്ദേഹം അള്ളാഹുവിൻ്റെ ആജ്ഞാനുസരണം അതിൻ്റെ മുമ്പുള്ളതിനെ ശരിവെക്കുന്നതായും മാർഗദർശകവും സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തയുമായും താങ്കളുടെ ഹൃദയത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആര് തന്നെ അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും അവൻ്റെ ദൂതന്മാരുടെയും ജിബ്രീലിൻ്റെയും മീക്കായിലിൻ്റെയും ശത്രുവാകുന്നുവോ നിശ്ചയമായും അള്ളാഹു അത്തരം അവിശ്വാസികൾക്ക് ശത്രുവാകുന്നു. ഇത് അബ്ദുല്ലാഹിബ്നു സുരിയ എന്ന് പറയുന്ന ഒരു ജൂതൻ
മക്കയിലോ അല്ലെങ്കിൽ മദീനയിലോ വെച്ചിട്ട് മുഹമ്മദിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു തമാശ മുഹമ്മദ് മനസ്സിൽ വെച്ചിട്ട് അതിന് മറുപടി പറയുകയാണ്. ആ ജൂതൻ പറഞ്ഞത്, ഈ ജിബ്രീൽ പറഞ്ഞ ചങ്ങായിനെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങളുടെ മലക്ക് മീക്കായിലാണ്, ജിബ്രീൽ ഈ അക്രമം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ജിബ്രീലിനെ കുറ്റം പറഞ്ഞ് മുഹമ്മദിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏതോ ഒരു ജൂതൻ മക്കയിൽ വെച്ചിട്ട്. അത് ആ കെറിവ് മനസ്സിൽ വെച്ചിട്ട് അതിന് മറുപടി പറയാണ്, ജിബ്രീലിൻ്റെ ശത്രുവാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ശത്രുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതിന് മറുപടി പറയാണ്. അപ്പോൾ പ്രാദേശികമായിട്ട് ഏതെങ്കിലും ജൂതൻ മുഹമ്മദിനോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും കളിയാക്കി പറഞ്ഞതിനോ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എടുത്തു പെറുക്കിയിട്ടോ അതല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ജൂതന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞിട്ട് അതൊക്കെ പൊക്കി കാണിച്ചിട്ടോ ഒക്കെ പറ്റാവുന്ന വിധത്തിൽ കിട്ടാവുന്ന ഡാറ്റ മുഴുവൻ ശേഖരിച്ചിട്ട് ജൂതന്മാർ മോശക്കാരാണ് എന്ന് മദീനയിൽ പറഞ്ഞ് മദീനക്കാരെ ജൂതന്മാർക്കെതിരായിട്ട് അകറ്റാനും മാനസികമായിട്ട് തിരിച്ചുവിടാനുള്ള തന്ത്രമാണ് ഇവിടെ ഈ പ്രവാചകൻ എന്നും പറഞ്ഞു വന്ന മുഹമ്മദ് പ്രയോഗിക്കുന്നത്. കാരണം മുഹമ്മദിൻ്റെ ലക്ഷ്യം മദീനയിൽ നിന്ന് ജൂതന്മാരെ ഇല്ലാതാക്കുക, എന്നിട്ട് മുഹമ്മദിൻ്റെ മാത്രം ഒരു സർവാധിപത്യ ലോകം അവിടെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. അതിന് ജൂതന്മാർ തടസ്സമാകുമെന്ന് മുഹമ്മദിന് അറിയാമായിരുന്നു. കാരണം മുഹമ്മദിൻ്റെ ഉഡായിപ്പ് യുക്തിപരമായിട്ട് പൊളിച്ചവരാണ് ജൂതന്മാർ. അതുകൊണ്ട് മുഹമ്മദിന് ജൂതന്മാരുടെ ബുദ്ധിയും അവരുടെ അറിവും അവരുടെ സാമർഥ്യവും സർവോപരി അവരുടെ സമ്പൽ സമൃദ്ധമായ ജീവിതവുമൊക്കെ വലിയൊരു തലവേദനയായിരുന്നു, വലിയൊരു അസൂയയായിരുന്നു. ആ അസൂയയും കെറുവുമാണ് ഇവിടെ ജൂതവിരോധമായിട്ട് മുഹമ്മദ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പരിസമാപ്തിയാണ് പിന്നീട് ആ ജൂതന്മാരെ മുഴുവൻ അവരുടെ മിത്രങ്ങളായിരുന്ന ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, ഈ അൻസാറുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മദീനയിൽ കൂട്ടക്കൊല ചെയ്ത് കൊന്നൊടുക്കുകയും നാട് കടത്തുകയും അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ ജൂതവിരോധം ആളിക്കത്തിക്കുക എന്നത് അന്നത്തെ മുഹമ്മദിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. ആ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് മനസ്സിലുള്ള മുഴുവൻ കെറുവും എടുത്ത് പുറത്തേക്കിട്ടതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 99 നിശ്ചയമായും താങ്കൾക്ക് നാം സ്പഷ്ടമായ ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, അതിക്രമകാരികളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുഹമ്മദിന് അള്ളാഹു ഖുർആൻ കൊടുത്തതിനെ ഒന്നും കൂടെ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്. തുടർന്ന് ഇതുപോലെ കുറച്ച് സാക്ഷ്യപ്പെടുത്തലുകളും മുഹമ്മദിനോട് പറയാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് വീണ്ടും ജൂതന്മാർക്കെതിരായിട്ട് തിരിയുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം.